ഡിയേഴ്സ് കേളി പുഷ്പം നോവൽ തുടരുന്നു. രഹനയുടെ നാത്തുമാരായ നജമുന്നീസയും സൈഫുന്നീസയും അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അല്ല, നമ്മുടെ നാത്തു ഇനിയും എണീറ്റില്ലേ? നജമുന്നീസ സൈഫുന്നീസയോട് ചോദിച്ചു. ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ല, സൈഫുന്നീസ പറഞ്ഞു. എന്ന് കരുതി രാവിലെ കടന്നുറങ്ങുക? നേരെ 6 മണിയായി. നജമുന്നീസ കലി തുള്ളി. പിന്നെ അവൾ രഹനയും അക്ബറും കിടക്കുന്ന റൂമിന്റെ വാതിൽ മുട്ടി. രഹന എഴുന്നേറ്റ് ഡ്രസ്സ് നേരെയിട്ട് വാതിൽ തുറന്നു. നേരം വെളുത്തതൊന്നും അറിഞ്ഞില്ലേ? ഉച്ചയായി, നജമുന്നീസ നാത്തൂനോട് പറഞ്ഞു. സോറി താത്ത, ഞാൻ അറിഞ്ഞില്ല. വേഗം അടുക്കളയിൽ വാ, അവിടെ പണിയുണ്ട്. ഞാൻ കുളിച്ചില്ല. കുളിയും നനയുമൊക്കെ പിന്നെ, ഇപ്പോൾ അടുക്കളയിൽ വാ എന്നും പറഞ്ഞുകൊണ്ട് നജമുന്നീസ അടുക്കളയിലേക്ക് പോയി. രഹന പിന്നാലെ ചെന്നു. നിനക്ക് പുട്ടുണ്ടാക്കാൻ അറിയുമോ? രഹനയോട് സൈഫുന്നീസ ചോദിച്ചു. അറിയില്ല സൈഫു. അതെന്താ പഠിക്കാത്തത്? നജമുന്നീസയുടെ സ്വരം. ഞാൻ പഠിക്കുമായിരുന്നില്ലേ താത്ത? രഹന തട്ടത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. പഠിക്കണോലെന്താ പണിയെടുക്കാൻ പാടില്ലേ? വീണ്ടും നജമുന്നീസയുടെ സ്വരം. സൈഫുന്നീസ ഒരു കവറിൽ നിന്ന് പൊട്ടുപൊടി പാത്രത്തിലേക്കിട്ടു. വെള്ളം ചേർത്ത് കുഴച്ചു. ഇങ്ങനെ പൊടി കുഴക്കണം, അവൾ രഹനയോട് പറഞ്ഞു. തേങ്ങ ചിരകാൻ അറിയുമോ? നജമുന്നീസ രഹനയോട് ചോദിച്ചു. അറിയും. എന്നാ ആ തേങ്ങ എടുത്ത് ചിരക്. രഹന തേങ്ങ പൊട്ടിച്ച് ചിരകി. രഹനയും അക്ബറും അവരുടെ മുറിയിൽ ഇരിക്കുകയാണ്. അടുത്ത ആഴ്ച മംഗലാപുരത്തേക്ക് പോകുന്നുണ്ട് ഞാന്, അക്ബർ ഭാര്യയോട് പറഞ്ഞു. രഹന അന്തം വിട്ട് അക്ബറിന്റെ മുഖത്തേക്ക് നോക്കി. നീ പോരുന്നോ? അക്ബർ ഭാര്യയോട് ചോദിച്ചു. ഞാനും വരുന്നു. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും നമ്മൾ എവിടെയും പോയിട്ടില്ലല്ലോ. നീ വരണ്ട. അവിടെയൊക്കെ കാണാനാ പോകുന്നത്. നിന്നെ കൊണ്ടുപോയാൽ നിന്നെ നോക്കി നടക്കേണ്ടി വരും. രഹനയുടെ മുഖം മങ്ങി. വീട് വൃത്തിയാക്കുന്ന രഹനയ്ക്ക് പെട്ടെന്ന് തലചുറ്റൽ വന്നു. അവൾ കട്ടിലിൽ കിടന്നു. ആയിഷ അവിടേക്ക് വന്നു. പ്ലീസ് സബ്സ്ക്രൈബ്, പ്ലീസ് ലൈക്ക്, കമന്റ് ആൻഡ് ഷെയർ.